ഭീഷണിപ്പെടുത്തി ആസൂത്രിതമായി സഭാ നടപടികൾ അലങ്കോലമാക്കി പ്രതിപക്ഷം. പ്രകോപനങ്ങളൊന്നുമില്ലാതെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ ബഹളം. സ്പീക്കറെ സഭ നടത്താൻ അനുവദിക്കില്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ ഭീഷണിക്ക് പിന്നാലെ പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി നടപടികൾ അലങ്കോലപ്പെടുത്തുകയായിരുന്നു. നേരത്തെ തയ്യാറാക്കിയ തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ നടന്ന ബഹളത്തിൽ നിമിഷങ്ങൾക്കകം സ്പീക്കർക്കെതിരെ പ്ലക്കാർഡുകളും ബാനറുകളും ഉയർന്നു. ബഹളത്തെ തുടർന്ന് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി രാവിലെ 11:36 സഭ പിരിച്ചുവിട്ടു. കഴിഞ്ഞ ദിവസം സ്പീക്കറോട് പ്രതിപക്ഷ നേതാവ് തട്ടിക്കയറുകയാണ് ചെയ്തതെങ്കിൽ ഇന്നലെ ഒരു പടി കൂടി കടന്ന് ഭീഷണിപ്പെടുത്താനും തയ്യാറായി. തന്നെ നിയന്ത്രിക്കാൻ ഒരു കാരണവശാലും സ്പീക്കർ അനുവദിക്കില്ലെന്നും സഭ നടത്തിക്കൊണ്ടു പോവില്ലെന്നുമായിരുന്നു വി.ഡി. സതീശന്റെ ആക്രോശം. ഇതിന് പിന്നാലെ പ്രതിപക്ഷാംഗങ്ങൾ ഒന്നാകെ സ്പീക്കറുടെ മുന്നിലെത്തി മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. വാക്കൌട്ട് പ്രസംഗം 9 മിനിറ്റ് ആകുന്നു എന്ന് സ്പീക്കർ പറഞ്ഞതാണ് പ്രതിപക്ഷ നേതാവിനെ ചൊടിപ്പിച്ചത്. തന്നെ തടസ്സപ്പെടുത്തി സ്പീക്കർ സഭ നടത്തിക്കൊണ്ടു പോകില്ലെന്ന് സതീശനും പറഞ്ഞു. 9 മിനിറ്റ് വരെ താൻ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് ഇപ്പോൾ പ്രസംഗം 13 മിനിറ്റ് കഴിഞ്ഞെന്നും സ്പീക്കർ ഓർമ്മിപ്പിച്ചു. ഇത് നിങ്ങളുടെ ഔദാര്യമല്ലെന്നും എന്റെ അവകാശമാണിതെന്നുമായിരുന്നു വി.ഡി. സതീശന്റെ മറുപടി. ഇതോടെ പ്രതിപക്ഷാംഗങ്ങൾ ഒന്നാകെ സ്പീക്കർക്കെതിരെ തിരിയുകയായിരുന്നു. മുൻകൂട്ടി കരുതിയ സ്പീക്കർ നീതി പാലിക്കുക എന്ന ബാനർ ഉയർത്തിയായിരുന്നു പ്രതിപക്ഷാംഗങ്ങളുടെ ബഹളം. അംഗങ്ങളെ തിരിച്ചു വിളിക്കണമെന്ന് സ്പീക്കർ ആവർത്തിച്ച് അഭ്യർത്ഥിച്ചിട്ടും പ്രതിപക്ഷ നേതാവ് വഴങ്ങിയില്ല. തുടർന്ന് സബ്മിഷനും ശ്രദ്ധ ക്ഷണിക്കലും അവതരിപ്പിക്കാൻ ക്ഷണിച്ചെങ്കിലും പ്രതിപക്ഷാംഗങ്ങൾ സീറ്റിൽ ഉണ്ടായില്ല. കളങ്ങാട്ടുകുഴിയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടുന്നത് സംബന്ധിച്ച് സബ്മിഷൻ അവതരിപ്പിച്ച കോതമംഗലം എം.എൽ.എ. ആന്റണി ജോൺ കടുവയേക്കാൾ ഭീകരമായ കൃത്യങ്ങളാണ് പ്രതിപക്ഷാംഗങ്ങൾ സഭയിൽ കാട്ടുന്നതെന്ന് പരിഹസിച്ചു. തുടർന്ന് ബജറ്റിലേക്കുള്ള ഉപധനാഭ്യർത്ഥനകൾ ചർച്ച കൂടാതെ പാസാക്കി. പിന്നീട് പരിഗണനയിലുണ്ടായിരുന്ന 2 ബില്ലുകളും സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ട് സഭ മാർച്ച് 3-ന് ചേരുന്നതിനായി പിരിഞ്ഞു. 2025 കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ബില്ലും 2024 കേരള വ്യവസായിക അടിസ്ഥാന സൗകര്യ വികസന ബില്ലും നിയമസഭ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയച്ചു. വയോജനങ്ങളുടെ ക്ഷേമവും സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും വയോജനങ്ങളുടെ പുനരധിവാസം സാധ്യമാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ഈ ബില്ല്. വയോജനങ്ങളുടെ കഴിവുകൾ പൊതുസമൂഹത്തിന് ഉപയുക്തമാകുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിനും അവകാശ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനുമായി വയോജന കമ്മീഷൻ രൂപീകരിക്കുന്നതിനും ബില്ല് ലക്ഷ്യമിടുന്നു. കമ്മീഷനിൽ ചെയർപേഴ്സണും 3-ൽ കവിയാത്ത അംഗങ്ങളും ഉണ്ടായിരിക്കണമെന്നാണ് ശുപാർശ. എല്ലാവരും 60 വയസ്സ് പൂർത്തീകരിച്ചവരായിരിക്കണമെന്നും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ബില്ലിൽ അവതരിപ്പിച്ചു. മന്ത്രി പി രാജീവ് അവതരിപ്പിച്ച 2024 കേരള വ്യവസായിക അടിസ്ഥാന സൗകര്യ വികസന ബില്ല് 1993 കേരള വ്യവസായിക അടിസ്ഥാന സൗകര്യ വികസന ആക്ടിന്റെ ഭേദഗതിക്ക് വേണ്ടിയുള്ളതാണ്. നടപ്പ് സാമ്പത്തിക വർഷത്തെ ബജറ്റിലേക്കുള്ള അന്തിമ ഉപധനാഭ്യർത്ഥനകളും സഭ ഇന്നലെ പാസാക്കി.